കോഴിക്കോട് കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂൾ അധ്യാപിക അലീന മരിച്ചത് ശമ്പളം കിട്ടാത്തതിന്റെ വിഷമത്തിലാണെന്ന് കുടുംബം. 5 വർഷമായി ശമ്പളം കിട്ടിയില്ലെന്നാണ് പിതാവ് ബെന്നിയുടെ ആരോപണം. കോഴിക്കോട് കട്ടിപ്പാറ സ്വദേശിയാണ് അലീന ബെന്നി. ഡി ഓഫീസിൽ പോയി, ഡിഡിന്ന് പിന്നെ DP പോയി, അങ്ങനെ 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഫയൽ കയറി ഇറങ്ങിയിട്ട് തീരുമാനമായിട്ടില്ല. അപ്പം അങ്ങനെ 4 വർഷം 1 രൂപ വേതനം, ഡെയിലി വേജസ് ആട്ടെ, താൽക്കാലിക അധ്യാപകരുടെ ആ 1 രൂപ പോലും കിട്ടാതെ എൻ്റെ മകള് വളരെ കഷ്ടപ്പെട്ട് സ്കൂളിൽ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇടവക്കാരെല്ലാം കൂടെ ഇടപെട്ട് ഇതിന് തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലേക്ക് ഒരു ഫ്രഷ് അപ്പോയിന്റ്മെന്റ് തന്നു ഈ ജൂൺ മുതൽ. അതിനും തീരുമാനമൊന്നും ആയിട്ടില്ല. അതിന്റെ പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 4 വർഷം പഠിപ്പിച്ചതിന്റെ ക്ലെയിംസ് എല്ലാം കൂടി എനിക്ക് ഇതിനകത്ത് ആനുകൂല്യമൊന്നും വേണ്ട, രാജി എന്ന്. ദൃശ്യ പുതിയിടത്തുണ്ട് വിവരങ്ങൾ നൽകാനായി. ദൃശ്യ, ആത്മഹത്യയാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളതൊപ്പം തന്നെ ഈ കുടുംബം ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ തന്നെയാണുള്ളത്. ഞാനിപ്പോൾ മരിച്ച അലീനയുടെ വീട്ടിലാണുള്ളത്. 5 വർഷമായി അധ്യാപികയായി ജോലി ചെയ്തു വരികയാണ് അലീന. എന്നാൽ ഈ സമയത്ത് ഒന്നും തന്നെ അലീനയ്ക്ക് വേതനം ലഭിച്ചിരുന്നില്ല. 1 രൂപ പോലും വേതനം ലഭിക്കാതെയാണ് കഴിഞ്ഞ 5 വർഷങ്ങളായി അലീന ജോലി ചെയ്യുന്നത്. അതിൻ്റെ ഒരു മനോവിഷമം അലീനയ്ക്ക് ഉണ്ടായിരുന്നത് കുടുംബത്തോടും പങ്കുവച്ചിരുന്നു. അലീനയുടെ അച്ഛനാണ് നമ്മളുടെ കൂടെയുള്ളത്. മകൾ പറഞ്ഞിരുന്നു ഈ ഒരു ജോലിയിൽ നിന്ന് ശമ്പളം ലഭിക്കാത്തതിൻ്റെ വിഷമം വീട്ടിൽ പറഞ്ഞിരുന്നു അല്ലേ? ശമ്പളം കിട്ടാറില്ല, 1 രൂപ പോലും പ്രതിഫലം കിട്ടാറില്ല, കൂലിയില്ലാതെ വെറുതെ ജോലി ചെയ്യുന്നുണ്ട്. പ്രയാസമുണ്ട്. കാരണം തന്നിരിക്കുന്ന നിയമനങ്ങളൊന്നും പക്കയല്ലായിരുന്നു. അതിനനുസരിച്ചുള്ള പേപ്പർ കാര്യങ്ങളൊന്നും കൃത്യസമയത്ത് ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ കോർപ്പറേറ്റിൽ കൊടുത്തിരിക്കുന്ന രേഖകൾ ശരിയല്ല എന്ന് തെളിയിക്കുന്ന കുറേ രേഖകൾ. അവർ കുറേ ഡിസ്മിസ്ഡ് വേക്കൻസി, അതിന് മുമ്പായിട്ട് അതിന് കുറേ നടപടിക്രമങ്ങളുണ്ട്. ഡിസ്മിസ് ചെയ്യുക, നോട്ടീസ് അയക്കുക, അതൊന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ നിങ്ങൾ പണം കൊടുത്തിട്ടാണ് അവിടെ അധ്യാപികയായിട്ട് ചേരുന്നത്? സാധാരണ സാമ്പത്തികമായിട്ട് എനിക്ക് വളരെ മോശമായ അവസ്ഥയിലാണ്. എൻ്റെ സഹോദരങ്ങൾ ചെറിയ സഹായിച്ചിട്ടെന്തോ കൊടുക്കാതെ എന്തായാലും സൗജന്യമായിട്ട് എന്തായാലും താമരശ്ശേരി എഡ്യൂക്കേഷൻ ഏജൻസി എന്തായാലും ഒരു അധ്യാപക നിയമനം തന്നതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അത്രമാത്രമേ ഞാൻ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. ഇപ്പം അവിടെ നിന്ന് അവർ നിഷേധിച്ചു കൊണ്ടൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അപ്പം അതിനോട് എങ്ങനെയല്ല സംഭവം, ഇത് ആരോപണങ്ങൾ മാത്രമാണെന്നുള്ള രീതിയിൽ വാർത്താക്കുറിപ്പ് എന്ത് വേണമെങ്കിലും ഇറക്കാം. സത്യം വേറെ നിൽക്കുന്നു, എങ്ങനെ വേണമെങ്കിലും നിഷേധിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കോർപ്പറേറ്റാണ്. സത്യം വേറെ നിൽക്കുന്നു. ഞാൻ അവരോട് ഒരു പ്രതികാര നടപടിക്കൊന്നും പോകുന്നില്ല. അത് പ്രതികാരം ചെയ്യേണ്ട ആൾ പ്രതികാരം ചെയ്തോളൂ. ഇത്രയും വർഷമായിട്ട് ശമ്പളം ഒന്നും ഇല്ലാതെയാണ് ജോലി ചെയ്തത്. നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതിയൊക്കെ എങ്ങനെയാണ്? ഞാനൊരു പാവപ്പെട്ട സാധാരണ കർഷകനാണ്. എനിക്ക് 3 പെൺപിള്ളേർ, ഇവരുടെ ഇളയവർ 2 പേരുണ്ട്. അവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നഴ്സിങ്ങിനും ഇതിനൊക്കെ ചേർന്ന് കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത്. നമുക്കൊന്നും വേണ്ട. എൻ്റെ മകളെ നഷ്ടപ്പെട്ടു, അതിന് പകരമായിട്ട് എന്ത് കിട്ടിയാലും പകരമാവില്ല. ഇത് തന്നെയാണ് അച്ഛൻ പറയുന്നത്. മകളിപ്പോൾ നഷ്ടപ്പെട്ടു, അപ്പോൾ ഇനി എന്ത് കിട്ടിയാലും അതിനൊന്നും പകരമാവില്ല. പക്ഷേ ഇവർക്ക് നീതി ലഭിക്കണം. ഈ പറയുന്നത് പോലെ 5 വർഷം പഠിച്ച് ജോലി നേടി 5 വർഷം ശമ്പളം ഒന്നുമില്ലാതെ ജോലി ചെയ്യുന്നു. അവസാനം ഒരു പ്രതീക്ഷയുമില്ലാതെ ആത്മഹത്യയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന്, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഈ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും ഇവരുടെ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ടും ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ ഇവർ നിഷേധിക്കുകയാണ്. ഇവർ പണം കൊടുത്താണ് മാനേജ്മെൻറ്റ് കോട്ടയിൽ അവിടെ അധ്യാപികയായി ജോലിക്ക് കയറുന്നത്. ഈ 4 വർഷം ഒരു സ്കൂളിൽ പങ്കെടുത്തു, അവിടെ നിന്നാണ് ഒരു സ്കൂളിൽ ജോലി ചെയ്തു, അവിടെ നിന്നാണ് മാറി കോടഞ്ചേരി സ്കൂളിലേക്ക് കഴിഞ്ഞ വർഷം മാറുന്നത്. അപ്പോൾ ഇത്രയും വർഷം, ഈ ഒരു 5 വർഷം പണി എടുത്തിട്ട് പോലും 1 രൂപ പോലും വേതനം ലഭിക്കാതെയാണ് അവർ ജോലി ചെയ്യുന്നത്. ഇനിയെങ്കിലും നാളെയെങ്കിലും ഇനി എനിക്ക് ജോലി ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ മാത്രമാണ് അവർ ഈ 5 വർഷം തള്ളി നീക്കിയത്. എന്നാൽ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവസാനം ഈ ഒരു വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഇന്ന് രാവിലെയോടെ അവർ ജീവനൊടുക്കിയത്. 3 മണിയോടെയാണ് ഇവർ മകൾ മരിച്ചു എന്ന വിവരം അറിയുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ അലീനയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അനീഷ. ശരി.
പക്ഷേ സ്കൂൾ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ടോ? എന്താണ് ഇവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത്? ഈ ഒരു കാര്യത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ഈ പറയുന്നതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല നടന്നത്. അതിന് പിന്നിൽ മറ്റു കാരണങ്ങളുണ്ട്. അത് സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ മറ്റു വിവരങ്ങൾ നാളെ മാത്രമേ നമുക്ക് കൂടുതലുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കൂ. ഈ വാർത്താക്കുറിപ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം, ഈ സാങ്കേതികമായുള്ള പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് അവർ ഇപ്പോൾ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ നാളെ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് അതിനുശേഷം നാളെയോടെ മാത്രമേ ബാക്കി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ. അനീഷ. ശരി, ദൃശ്യ പുതിയിടത്താണ് വിവരങ്ങൾ നൽകിയത്.